എല്ലാവർക്കും നമസ്കാരം. ഈ മാസം 26-ാം തീയതി അയർലൻഡിൽ ഒരു റഫറൻഡം കൂടി നടക്കുകയാണ്. ഞാൻ മെയ് മാസം അയർലൻഡിലെത്തിയപ്പോൾ ഒരു റഫറൻഡം ഉണ്ടായിരുന്നു. അത് അബോർഷനെ സംബന്ധിച്ചുള്ളതായിരുന്നു. മാതാവിൻ്റെ ആരോഗ്യം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാനികരമാകുന്ന രീതിയിലുള്ള ഗർഭങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഐറിഷ് ജനത അന്ന് റഫറൻഡത്തിൽ നേരിട്ടത്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള റിസൗണ്ടിങ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് ഉണ്ടാവുകയുണ്ടായി. അത് വളരെ പുരോഗമനാത്മകമായൊരു നിലപാടാണ് ഐറിഷ് ജനത അതിനകത്ത് സ്വീകരിച്ചത്. അതിനുശേഷം തന്നെ ഇപ്പോൾ വീണ്ടും ഒരു റഫറൻഡം വരുന്നു. അതൊരു ഇലക്ഷനോടനുബന്ധിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എങ്കിലും ഞാൻ അന്ന് അവിടെ വന്നപ്പോൾ ആലോചിച്ചൊരു കാര്യം, എന്തിനാണ് അയർലൻഡുകാർ എല്ലാ കാര്യങ്ങൾക്കും ഈ റഫറൻഡം നടത്തുന്നത്? പലപ്പോഴും നമ്മുടെ ലെജിസ്ലേറ്റീവായിട്ടുള്ള രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ഭരണ നിർവഹണ സമിതി അതിന് ഒക്കെ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യങ്ങൾ പോലും അയർലൻഡ് റഫറൻഡത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് ഞാൻ അവിടെ ചോദിച്ചിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്ന അയർലൻഡിൻ്റെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. വളരെ മതാത്മകമായിട്ടുള്ള കാത്തലിക് റിലീജിയന് വളരെ പ്രാമുഖ്യമുള്ള ഒരു ഭരണഘടനയായിരുന്നു അയർലൻഡിന്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അബോർഷൻ, ഡിവോഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം റഫറൻഡം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഡിവോഴ്സിൽ തന്നെ പല റഫറൻഡം അവിടെ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം 26-ാം തീയതി നടക്കുന്ന റഫറൻഡത്തിൽ ബ്ലാസ്ഫമി ലോ എന്നുള്ളതാണ്. അതായത് മതനിന്ദാ കുറ്റം, മതത്തിനെതിരെയുള്ള എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരാമർശം നടത്തുകയാണെങ്കിൽ അത് ഒരു വലിയ കുറ്റമായി കണ്ടുകൊണ്ട് ആ പരാമർശം നടത്തിയ ആൾക്കെതിരെ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഡ്രാക്കോണിയൻ റൂൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഇന്ത്യയിലും ഉണ്ട്. ആർട്ടിക്കിൾ 295 അതനുസരിച്ച് ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ഇൻഡയറക്റ്റായിട്ടുള്ള മതനിന്ദയ്ക്ക് പോലും ജാമ്യമില്ലാത്ത വകുപ്പിൽ കുറ്റം ചുമത്തി അത് ചെയ്യുന്ന ആളെ അകത്താക്കാമെന്നാണ് ഇവിടെയും പറയുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില രാജ്യങ്ങളിൽ ബ്ലാസ്ഫമി ലോയ്ക്ക് വധശിക്ഷ വരെയാണ് അതിനകത്ത് പറയുക, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ. പക്ഷെ അതെല്ലാം മതാത്മകമായ രാജ്യങ്ങളാണ്. കുറേ മതരാജ്യങ്ങളിൽ ഈ ബ്ലാസ്ഫമി ലോ ശരിക്കും ഒരു വലിയൊരു ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അയർലൻഡ് പോലെ താരതമ്യേന യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുരോഗമന സമൂഹത്തിലും ഈ ബ്ലാസ്ഫമി ലോ മാറ്റാനായിട്ട് റഫറൻഡം നടത്തേണ്ടി വരുന്നതെന്നുള്ളതാണ്. അത് അത്ഭുതകരമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അയർലൻഡിനൊന്നും അങ്ങനെ ഒരു ചോദ്യമേ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയർലൻഡൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഒരു ചോദ്യം ഉയരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം ബ്ലാസ്ഫമി ലോ നീക്കം ചെയ്യപ്പെടണം എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഒരു പുരോഗമന നാഗരികതയെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ നിയമങ്ങൾ, മതത്തിൻ്റെ ശാഠ്യങ്ങൾ സ്വീകരിക്കാനുള്ള ബാധ്യതയില്ല. സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണ് സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. സ്റ്റേറ്റിന് മതമില്ലെങ്കിൽ മതത്തിൻ്റെ ഇത്തരത്തിലുള്ള ദുശാഠ്യങ്ങളും അവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് നൽകുന്ന, മതത്തിനെ വിമർശനാതീതമാക്കുന്ന നിയമങ്ങൾക്ക് യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ അയർലൻഡിൽ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ കമ്മിറ്റി 1995 അതുപോലെ 2008 ഓൾ പാർട്ടി കമ്മിറ്റി, അതിനുശേഷം ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി UN-ൻ്റെ, അതുപോലെ തന്നെ യൂറോപ്യൻ കൗൺസിലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, ഇവരെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമ്മതം നൽകിയൊരു കാര്യമാണ് അയർലൻഡിലെ ബ്ലാസ്ഫമി ലോ എടുത്ത് കളയണമെന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. പല പല ഓർഗനൈസേഷൻസ് അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് റഫറൻഡത്തിന് വന്നത് നല്ല കാര്യമാണ്. ഐ ആം ഷുവർ, എനിക്ക് അതിനകത്ത് യാതൊരു സംശയമില്ല ഇതെടുത്ത് നീക്കം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ മതം ലോകമെമ്പാടും ചില സ്പെഷ്യൽ പ്രിവിലേജുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അത് മതത്തിനെ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നുണ്ട്, നമ്മൾ ഭരണഘടനയെ വിമർശിക്കുന്നുണ്ട്, സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെയും, മാതാപിതാക്കളെ വിമർശിക്കുന്നുണ്ട്, ഭരണകർത്താക്കളെ വിമർശിക്കുന്നുണ്ട്. മതം മാത്രം വിമർശനത്തിന് അതീതമായി നിൽക്കണം, മതത്തിന് ഒരു ചെറിയ ഒരു വിമർശനം പോലും താങ്ങാനാവില്ല എന്നുള്ള ദുശാഠ്യം ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. ഈ അയർലൻഡിലെ ബ്ലാസ്ഫമി ലോയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
മൂന്നാം ലോക രാജ്യങ്ങളിലും മതാധിഷ്ഠിത രാജ്യങ്ങളിലുമൊക്കെ ഈ ബ്ലാസ്ഫമി ലോ മാറ്റണം എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് നിങ്ങൾ അയർലൻഡിലേക്ക് നോക്കൂ, അത് വലിയ പുരോഗമന രാജ്യമല്ലേ, എന്നിട്ട് അവിടെ ഇതുണ്ട്, അപ്പോൾ പിന്നെ നിങ്ങൾ ഞങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ പുരോഗമിച്ച് വരിക എന്നല്ലേ നിങ്ങൾ പറയുക. അപ്പോൾ അയർലൻഡിനെ ഒരു എന്താ പറയുക, ഒരു ദൃഷ്ടാന്തമായി, ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് പല ബ്ലാസ്ഫമി നിലനിൽക്കുന്ന രാജ്യങ്ങളും സംവാദങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അയർലൻഡിനെ സംബന്ധിച്ചുള്ള അയർലൻഡിൻ്റെ മുന്നോട്ട് കുതിക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യത്തെ ഒരു ജനതയ്ക്ക് സ്വാഭാവികമായും ബ്ലാസ്ഫമി ലോ റിപ്പീൽ ചെയ്യണം അല്ലെങ്കിൽ അത് എടുത്ത് കളയണം എന്നുള്ള കാര്യത്തിൽ ഒരു യെസ് വോട്ടല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരുടെ ദൗത്യം അവർ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസൻസ് അയർലൻഡ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല സംവാദങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ഈ വിഷയം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലുള്ള സംവാദങ്ങൾ രാജ്യത്തിൻ്റെ പൊതുവികാരത്തെയും പൊതു അഭിപ്രായത്തെയും സ്വാധീനിക്കാൻ പര്യാപ്തമായി മാറുന്ന ഒരു സമൂഹമാണത്. അതിന് കൂടുതൽ ആളുകളിലേക്ക് ഒരാൾ ഒരു സംവാദത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ അതിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അവർ ബന്ധപ്പെടുന്ന മേഖലകളിലേക്ക് നിരന്തരമായി പ്രസരിപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു അഭിപ്രായങ്ങൾ, ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങും നിൽക്കില്ല. അത് വായു പോലെ, അന്തരീക്ഷ വായു പോലെ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയർലൻഡിലുള്ള പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി ഈ ഇത്തരം നിയമങ്ങൾ, നിങ്ങളിവിടെ അനുഭവിച്ച നിയമങ്ങളാണ് ഒരുപക്ഷെ ഇവിടെ മതത്തെ സുരക്ഷിതമാക്കുന്ന, ഇൻസുലേറ്റഡ് ആക്കുന്ന ഒരു നിയമമാണ് ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഉള്ളത്. അത്തരമൊരു നിയമം ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല. അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ അത് നീക്കം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.